ാണ് വർക്കലയിലെ പുതിയ യാത്ര വരവേൽപ്പ് നൽകുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുന്നത് വർക്കലയിൽ ആണ് ആദ്യമായി. അപ്പോൾ നമ്മളിതിൻ്റെ ഈ പിണറായി സർക്കാരിനെതിരായി കഴിഞ്ഞ മാസം തുടങ്ങിയ ഫെബ്രുവരി 6 കാസർഗോഡ് നിന്ന് ആരംഭിച്ച പ്രതിപക്ഷ നേതാവിൻ്റെ പുതിയ യാത്രയാണ് തിരുവനന്തപുരം ജില്ലയിലേക്ക് വർക്കലയിൽ എത്തിച്ചത്. വർക്കലയിൽ അതിൻ്റെ വരവേൽപ്പിന് വേണ്ടി സ്വാഗതസംഘം കമ്മിറ്റി കഴിഞ്ഞ ഒരു മാസക്കാലമായി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നമുക്ക് എല്ലാ പഞ്ചായത്തുകളിലും അതിന് ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണ്. നമ്മളിവിടെ വർക്കല മൈതാനത്ത് പാർക്കും അതുമായി കേന്ദ്രീകരിച്ച ടൗണിലാണ് ഇതിൻ്റെ പ്രധാന സമ്മേളനം നടക്കുന്നത്. സമ്മേളനം നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ സ്വാഗതസംഘത്തിൻ്റെ ചെയർമാൻ ശ്രീ വർക്കല ഖാർ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതുമാണ്. ഒരു വലിയ ജനസഞ്ചയത്തെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇന്നും നാളെയും പല യോഗങ്ങളും അതുപോലെ തന്നെ വിളംബര ജാഥകളുമൊക്കെ പഞ്ചായത്ത് തലങ്ങളിൽ നടന്നു വരികയാണ്. അപ്പോൾ ഈ ജനങ്ങളുടെ മുഴുവൻ പ്രതിഷേധവും വർക്കല അലയടിക്കത്തക്ക രീതിയിലുള്ള സംവിധാനമാണ് ഇതിനകത്ത് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം അലയടിക്കുന്ന ഒരു വലിയ സഞ്ചയമായിരിക്കും ഇവിടെ വർക്കല മൈതാനിയിൽ ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്നത്. വർക്കലയിലെ സ്വീകരണം ഒരു വലിയ സംഭവമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായി വരികയാണ്. യാത്ര കേരളത്തിലാകമാനം തന്നെ വൻപിച്ച ജനങ്ങളുടെ ഒരു വലിയ മുന്നേറ്റമായി മാറി. അപ്പോൾ അതിനനുസരിച്ച് ഇതുവരെ കിട്ടിയതിനേക്കാളും ഒരു ഗംഭീരമായ ഒരു വരവേൽപ്പാണ് ജില്ലയുടെ ആദ്യത്തെ പോയിന്റായ ജില്ലയിലേക്കുള്ള ആദ്യത്തെ കവാടമായ വർക്കലയിൽ നടക്കുന്നത്. കോൺഗ്രസിന്റെ പ്രവർത്തകരും അനുഭാവികളും UDF അനുഭാവികളും മാത്രമല്ല, ഈ സർക്കാരിന്റെ നെറികെട്ട പ്രവർത്തനങ്ങൾ പ്രതിഷേധമുള്ള വർക്കലയിലെ നിഷ്പക്ഷരായ ജനങ്ങളുടെ ഒരു വലിയ പങ്കാളിത്തം കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഗംഭീര വിജയമായിരിക്കും ഈ പദയാത്ര, ഈ പുതിയ യാത്ര. ചിന്തിക്കുന്ന ഒരു വലിയ ജനസഞ്ചയം നമ്മൾ വർക്കലയിൽ ഈ സ്വീകരണത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം. അതോടൊപ്പം UDF പ്രമുഖരായ എല്ലാ നേതാക്കന്മാരും ആ യോഗത്തിൽ പങ്കെടുക്കും. അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ പൂർത്തിയാക്കും.